നമസ്കാരം പ്രേക്ഷകരെ, എമ്പുരാൻ 250 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. പല റെക്കോർഡുകളും എമ്പുരാൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഓരോ ദിവസങ്ങളിലും വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുമ്പോൾ പോലും ഡിസംബർ 20 റിലീസായ മാർക്കോ എന്ന ചിത്രം വീണ്ടും ഒന്ന് തലമുക്കി വരികയാണ്. സംഭവം മറ്റൊന്നും കൊണ്ടല്ല, എമ്പുരാനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കമ്പാരിസൺ ആണ്. വേറൊന്നും അതിൻ്റെ വയലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനാണ്. കാരണം എമ്പുരാൻ റിലീസിന് ശേഷം തുടക്കം തൊട്ട് തന്നെ, ഇപ്പോൾ റിലീസിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നത് പ്രീ ബുക്കിംഗ് കളക്ഷൻ ആണല്ലോ. അതിനുശേഷം ബുക്ക് മൈ ഷോ വഴി ആദ്യത്തെ മണിക്കൂറിൽ എത്ര ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു, ആദ്യത്തെ 24 മണിക്കൂറിൽ എത്ര ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു, ആദ്യ ദിവസത്തിൽ എത്ര രൂപ നേടി, അങ്ങനെ കളക്ഷൻ ആയിരുന്നല്ലോ 27-ാം തീയതി മാർച്ചിന് ശേഷം നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കളക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കമ്പാരിസൺ വരുന്നത് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട്. സംഭവം മറ്റൊന്നുമല്ല, നോർത്തിലാണ്. അതായത് ഈ സിനിമ എമ്പുരാൻ ഒരു പാൻ ഇന്ത്യൻ രീതിയിലായിരുന്നല്ലോ ഇതിൻ്റെ സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങൾ. പൃഥ്വിരാജ്, അനിൽ തദാനിയെ പോലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയെ നോർത്തിൽ വെക്കുന്നു. അതോടൊപ്പം തന്നെ ഹോംബാലയും ദിൽരാജുവിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയും ഗോകുലം ഗോപാലൻ തമിഴിലും ഒക്കെയായി അങ്ങ് വ്യാപിക്കുന്ന രീതിയിലാണ് എമ്പുരാൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. പക്ഷേ മാർക്കോ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ എമ്പുരാന് നോർത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ കൗതുകകരമായ ഫാക്ടർ. 17.5 കോടിയാണ് നോർത്തിൽ മാർക്കോ നേടിയ കളക്ഷൻ. അതായത് നോർത്ത് ഇന്ത്യയിൽ മാർക്കോ നേടിയ കളക്ഷൻ അതാണ്. ഇപ്പോഴും എമ്പുരാൻ എന്ന ചിത്രം 3 കോടിക്ക് താഴെ നിൽക്കുകയാണ്. അതായത് 17.5 കോടി മാർക്കോ ഉണ്ടാക്കിയെടുത്തെങ്കിൽ നോർത്തിൽ എമ്പുരാൻ ഇപ്പോഴും അത് ടച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ വലിയ വിജയമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളത് വാസ്തവമാണെങ്കിൽ പോലും തുടക്കത്തിലെ ആ റഷ്, അല്ലെങ്കിൽ ആദ്യത്തെ ശനിയാഴ്ച ഞായറാഴ്ച കണ്ട ആ റഷ് രണ്ടാമത്തെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇല്ല. ഈ സിനിമയുടെ കട്ട് വേർഷനൊക്കെ വന്നതിന് ശേഷം ആളുകൾക്ക് അങ്ങ് കാണാനുള്ളൊരു മടുപ്പുണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വിവാദങ്ങളൊക്കെ തന്നെ തിരിച്ചടിയായി മാറിയതാണോ എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മളിപ്പോഴും ബുക്ക് മൈ ഷോ തുടങ്ങിയ സൈറ്റുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും വലിയ തള്ളിക്കയറ്റം എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നിലവിലില്ല. 10 ദിവസമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ആ സിനിമയുടെ റിലീസൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ ഒരു വലിയ തള്ളിക്കയറ്റം എന്തായാലും എമ്പുരാനില്ല. അപ്പോഴാണ് നോർത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മാർക്കോയുമായി ബന്ധപ്പെട്ട കളക്ഷനുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, മാർക്കോ റിലീസിന് മുൻപ് അങ്ങ് നോർത്തിൽ പോയി സംസാരിച്ച് അല്ലെങ്കിൽ പ്രൊമോഷൻ നടത്തിയ ഒരു സിനിമ ആയിരുന്നില്ല മാർക്കോ. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നോർത്തിൽ ഇറങ്ങി ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ്, അതായത് ആ സിനിമയുടെ നിർമ്മാതാക്കളായ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ്, ഷെറീഫ് മുഹമ്മദോ നായകൻ ഉണ്ണി മുകുന്ദോ എന്നോ വന്നിരുന്നില്ല. സിനിമയുടെ റിലീസ് കഴിഞ്ഞ് ഈ സിനിമ ചർച്ചാ വിഷയമായി. അത് പിന്നീട് നോർത്തിൽ കൂടുതൽ ആളുകൾ കണ്ട് കിൽ എന്ന സിനിമയുമായി താരതമ്യം ചെയ്ത് പിന്നാലെ നോർത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിലൊക്കെ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ അഭിമുഖങ്ങൾ വരികയും ചെയ്തു. അതായത് സിനിമയുടെ റിലീസിന് ശേഷമാണ് മാർക്കോയ്ക്ക് ആ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. റിലീസിന് മുമ്പ് അങ്ങനെ വലിയ തരത്തിലുള്ള പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, വലിയ തരത്തിൽ എമ്പുരാൻ നടത്തിയ പോലുള്ള പ്രൊമോഷൻസ് ഒന്നും മാർക്കോയ്ക്ക് റിലീസിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ശേഷം ഉണ്ടായിട്ടുണ്ട് താൻ. കാരണം മാർക്കോയുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദൻ പിന്നാലെ ഇൻ്റർവ്യൂകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു കമ്പാരിസൺ വരുന്നത്. കാരണം മലയാള സിനിമയിൽ തന്നെ റെക്കോർഡുകൾ തീർത്തിരിക്കുന്ന എമ്പുരാന് നോർത്ത് ഇന്ത്യയിൽ പോയി മാർക്കോ ഉണ്ടാക്കിയ ചലനം തീർക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് നിലവിൽ നിൽക്കുന്നത്. നമുക്കറിയാം, മഞ്ഞുമൽ ബോയ്സ് പോലെ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു ഇതിനു മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രങ്ങളിലൊന്നും. പക്ഷേ അതിൽ നിന്നെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് എമ്പുരാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നോർത്തിൽ ഇപ്പോഴും 3 കോടിയുടെ വ്യത്യാസമാണ് മാർക്കോയും എമ്പുരാനും തമ്മിലുള്ളത്. അത് ഏത് നിമിഷം വേണമെങ്കിലും കടത്തി വെട്ടുമോ വെട്ടാതിരിക്കാനോ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നോർത്തിൽ മാർക്കോയുടെ കളക്ഷൻ റെക്കോർഡ് എമ്പുരാൻ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പൊട്ടിച്ചാലും ഇനി അഥവാ ബ്രേക്ക് ചെയ്താൽ പോലും അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കരുത്. കാരണം ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നുമില്ല. ഈ വിവാദങ്ങളൊക്കെ വന്നതിന് പിന്നാലെ നോർത്തിൽ ഉണ്ടായ ഒരു ഇടിവ് അത് ഫാക്ച്വലാണ്, അത് സത്യം തന്നെയാണ്. അതിന് പിന്നാലെയാണ് കളക്ഷനുമായി ബന്ധപ്പെട്ട് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരങ്ങൾ വരുന്നത്. മാർക്കോ 100 കോടി ക്ലബ്ബിൽ നേരത്തെ കയറിയ സിനിമയായിരുന്നു. അതിൻ്റെ അണിയർ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ട കണക്കുകളാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ ശതമാനം പങ്ക് മാർക്കോയ്ക്ക് നോർത്തിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായും ഈ വയലൻസ് ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആനിമൽ ആയാലും കില്ലായാലും ഈ 2 ബോളിവുഡ് സിനിമകളെ അപേക്ഷിച്ച് അതിനേക്കാൾ ഏറെ വയലൻസ് ആണ് മാർക്കോയിൽ എന്നുള്ളത് നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം പ്രത്യേകിച്ച് മാർക്കോ റിലീസായ സമയത്തൊക്കെ തന്നെ ഇതിൻ്റെ വയലൻസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. നോർത്തിൽ അതിനേക്കാൾ നമ്മൾ ചർച്ച ചെയ്തതിനേക്കാൾ കൂടുതൽ നോർത്തിൽ ചർച്ചയുണ്ടായിട്ടുണ്ട്. അത് വാസ്തവമാണ്. ആ വാസ്തവത്തിന് പുറത്ത് ആളുകൾ ബോക്സ് ഓഫീസിലേക്ക് വരികയും അത് ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തതാണ് എമ്പുരാന് ഈ ഒരു തിരിച്ചടി ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് തന്നെ എമ്പുരാൻ പല റെക്കോർഡുകൾ തകർത്തു എന്ന് പറയുമ്പോൾ പോലും ഈ നോർത്ത് ഇന്ത്യൻ റെക്കോർഡ് ഇപ്പോഴും മാർക്കോയ്ക്ക് സ്വന്തമാണ്.